നിഴലിലെ സൗഹൃദം, ചോരയിലെ പക. സന്ധ്യ മയങ്ങിത്തുടങ്ങിയിരുന്നു. പട്ടണത്തിന്റെ ബഹളങ്ങളിൽ നിന്നകലെ ശാന്തമായ ഒരിടം എന്ന സ്വപ്നവുമായി രാഹുലും ഭാര്യ പ്രിയയും മക്കളായ അശ്വിനും കാവ്യയും തങ്ങളുടെ പുതിയ വീട്ടിലെത്തി. വീടിനു മുന്നിൽ തലയുയർത്തി നിന്ന കൂറ്റൻ മരം രാഹുലിന് എന്തോ ഒരുതരം തണുപ്പ് നൽകി. ആ മരത്തിൽ ഒരു ആണി തറച്ചിട്ടുണ്ടായിരുന്നത് അവർ ശ്രദ്ധിച്ചില്ല. വർഷങ്ങൾക്കു മുൻപ് ആരോ ചെയ്ത ഒരു കർമ്മം ഒരു ദുരാത്മാവിനെ ആ മരത്തിൽ ബന്ധിച്ചിരുന്നുവെന്ന് അവർ അറിഞ്ഞതുമില്ല. സിനിമ സ്വപ്നം കണ്ട് ചതിക്കപ്പെട്ട് ക്രൂരമായി കൊല്ലപ്പെട്ട് ആ മരത്തിൽ ആവാഹിക്കപ്പെട്ട നയന എന്ന യുവതിയുടെ ആത്മാവായിരുന്നു അത്. ആ ആണിയായിരുന്നു അവളുടെ ബന്ധനം. ദിവസങ്ങൾ കടന്നുപോയി. അശ്വിനും കാവ്യയും വീടുമായി ഇഴുകിച്ചേർന്നു. മുറ്റത്തെ ആ വലിയ മരം അവരുടെ ഇഷ്ടകളിസ്ഥലമായി മാറി. ഒരു ദിവസം കളിക്കുന്നതിനിടയിൽ അശ്വിന്റെ കൈ ആണിയിൽ തട്ടി. അവനറിയാതെ ആ ആണിയിൽ ബലം കൊടുത്തു. നേരിയ ഒരു മുരൾച്ച പോലെ എന്തോ കേട്ടതായി അവനു തോന്നി. അന്ന് രാത്രി മുതൽ വീട്ടിൽ വിചിത്രമായ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. അശ്വിൻ അറിയാതെ ചെയ്ത ആ പ്രവൃത്തി വർഷങ്ങളായി ബന്ധിക്കപ്പെട്ടിരുന്ന നയനയ്ക്ക് മോചനം നൽകി. ആത്മാക്കൾക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന ഒരു നേർത്ത സ്വരത്തിൽ അവൾ നന്ദി പറഞ്ഞു. തുടക്കത്തിൽ അവൾ വെറുമൊരു നിഴലായിരുന്നു, കുട്ടികളുടെ സ്വപ്നങ്ങളിൽ മാത്രം വരുന്ന ഒരു രൂപം. പതിയെ അവൾ അവരുമായി ഒരു സൗഹൃദം സ്ഥാപിച്ചു. രാത്രികളിൽ അവൾ അവർക്ക് കഥകൾ പറഞ്ഞു, അവളുടെ ദുഃഖകരമായ ഭൂതകാലത്തെക്കുറിച്ച് സൂചനകൾ നൽകി. അശ്വിനും കാവ്യയും ആ നിഴൽ സുഹൃത്തിനെ സ്നേഹിച്ചു. നയന അവളുടെ കഥ കുട്ടികൾക്ക് ഒരു നിഴൽ നാടകം പോലെ കാണിച്ചുകൊടുത്തു. അവളുടെ സിനിമാമോഹങ്ങൾ, വിശ്വസിച്ചവരുടെ ചതി, ഒടുവിൽ അവളുടെ ദാരുണമായ കൊലപാതകം എല്ലാം അവർ കണ്ടു. കുട്ടികളുടെ മനസ്സിൽ അവളോടൊരു സഹാനുഭൂതി തോന്നി. അവളെ ചതിച്ചവരെക്കുറിച്ച് അവൾ അവ്യക്തമായി സൂചനകൾ നൽകി. രാത്രിയുടെ മറവിൽ നയന അവളുടെ പകരം വീട്ടാൻ തുടങ്ങി. ഗ്രാമത്തിൽ ചില മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആദ്യമൊക്കെ അതൊരു സാധാരണ അപകടമായി കണക്കാക്കിയെങ്കിലും പിന്നീട് അതിലെ ക്രൂരത നാട്ടുകാരിൽ ഭീതിയുണർത്തി. നയനയുടെ ഓർമ്മകൾ അവളെ നയിച്ചു. വർഷങ്ങൾക്കു മുൻപ് അവളെ ചതിച്ചവരെ അവൾ ഓരോരുത്തരെയായി കണ്ടെത്തി. അവളുടെ പ്രതികാരം പൂർണ്ണമായിരുന്നു. അവളെ ചതിച്ചവരെല്ലാം ഭീകരമായ രീതിയിൽ കൊല്ലപ്പെട്ടു. ഗ്രാമത്തിൽ ഭീതിയുടെ നിഴൽ വീണു. രാഹുലും പ്രിയയും ഈ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു. അവരുടെ മക്കൾ രാത്രിയിൽ ആരോടോ സംസാരിക്കുന്നതായി അവർക്ക് തോന്നി. പക്ഷേ അവർക്കതിന്റെ കാരണം മനസ്സിലായില്ല. ഒടുവിൽ അവളുടെ പക പൂർത്തിയായപ്പോൾ നയനയുടെ ആത്മാവിന് ശാന്തി ലഭിച്ചു. സൂര്യോദയത്തിന്റെ ആദ്യ കിരണങ്ങൾ ആ മരത്തെ തഴുകി. മരത്തിൽ നിന്ന് ബന്ധിച്ചിരുന്ന ആ പഴയ ആണി താഴെ മണ്ണിൽ വീണു. ആ രാത്രിയോടെ ആ വീട്ടിലും പരിസരത്തും ഒരു ശാന്തത അനുഭവപ്പെട്ടു. അശ്വിനും കാവ്യയും അവരുടെ നിഴൽ സുഹൃത്തിനെക്കുറിച്ചോർത്തു. അവരുടെ മനസ്സിൽ നയന ഒരു നല്ല ഓർമ്മയായി അവശേഷിച്ചു.